ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ അവിയലാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അവിയൽ പറയുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ്. അപ്പോൾ വിഷുവൊക്കെ വരികയല്ലേ, നമുക്ക് എങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കണതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് കഷ്ണങ്ങളെല്ലാം ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരുവിധം വെജിറ്റബിൾസൊക്കെ ചേർന്നതാണ് അവിയൽ പറയുന്നത്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മത്തങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ ചേന എടുത്തിട്ടുണ്ട്, മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചക്കായ പറയുന്നത് നേന്ത്രക്കായ, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ പടവലം എടുക്കാം. പച്ചക്കായ പറയുന്നത് നേന്ത്രക്കായയാണേ. പിന്നെ ഇനി അതിലേക്ക് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാനുണ്ട്. വെള്ളരിക്ക, കുമ്പളങ്ങ, എല്ലാം ഒരുവിധപ്പെട്ട വെജിറ്റബിൾസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ അരമുറി നാളികേരം ചിരികിയത് വേണം, തേങ്ങ ചിരികിയത്. പിന്നെ വേണ്ടത് കറിവേപ്പില എത്ര ചേർത്താലും അവിയലിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എരിവിന് നമ്മളിവിടെ പച്ചമുളകാണ് ചേർക്കണത്. ഇതിൽ 3 പച്ചമുളക് തേങ്ങയുടെ കൂടെ ചതച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു 5-10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയുടെ അളവും കൂടുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അവിയൽ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. പിന്നെ നല്ല പുളിയുള്ള കട്ട തൈര് വേണം. നല്ല പുളിയുള്ള തൈരാണ്. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി വേണം. ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, ക്യുമിൻ സീഡ്സ്. അത് നമ്മൾ നാളികേരത്തിൻ്റെ കൂടെ ഈ ഉള്ളിയും പച്ചമുളകും അതുപോലെ ആ ജീരകവും ഒക്കെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കാനാണ് നാളികേരം. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് അവിയൽ തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുപോലെ വലിയൊരു പാത്രം എടുക്കുക, നമുക്ക് കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാനായിട്ട്. ചിലർ ഉരുളിയിലുണ്ടാക്കും, ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ആവശ്യത്തിന് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കഷ്ണത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചേർക്കാൻ പോണത് ഒരു 1-1.5 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ്. ഇനി അതൊന്ന് കൈവച്ച് നന്നായി കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ കഷ്ണത്തിലേക്കും ഈ മഞ്ഞളും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ നന്നായി പിടിക്കണത് പോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിക്കണത്. കാരണം ഒരുപാട് വേണ്ട, കാരണം നമ്മളിതിൽ വെള്ളരിക്ക, കുമ്പളങ്ങ, പടവലങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്. അതുപോലെ വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങും. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അല്ലെങ്കിൽ വെന്ത് വല്ലാണ്ട് ഉടയും. അപ്പോൾ ഞാനിപ്പോൾ 1/2 ഗ്ലാസ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊന്ന് കവർ ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്കും, ഞാൻ ക്യാമറയിലേക്ക് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, വെള്ളമൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നാളികേരം ചതച്ചതാണ്, അതായത് തേങ്ങ ചതച്ചത്. തേങ്ങ ഞാൻ ഉള്ളിയും അതുപോലെ ജീരകം, കറിവേപ്പില, പച്ചമുളകൊക്കെ ചേർത്ത് അമ്മിയിൽ അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിൽ ചെറുതായി ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ, അരയാൻ പാടില്ല. അത് നമുക്ക് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം ചതയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അരഞ്ഞു പോവരുത്, ചതഞ്ഞെടുക്കാനേ പാടുള്ളൂ. നന്നായി ഒന്ന് കഷ്ണത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നാളികേരം ചതച്ചത് വരണ രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് പാകമാണോ എന്നൊന്ന് നോക്കാം. പോരെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി തൈര് ചേർക്കും. തൈര് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോകും. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. നല്ല പുളിയുള്ള തൈരാണ്. അതൊരു 3 ടേബിൾ സ്പൂണോളം തൈര് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് തൈര് ചേർക്കില്ല. അതിന് പകരമായിട്ട് അവർ പച്ചമാങ്ങ അരിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നീളനെ അരിഞ്ഞ് കഷ്ണം വേവിക്കുമ്പോൾ ചേർക്കുകയാണ് ചെയ്യുക. ഞങ്ങളുടെ ഭാഗത്തേക്കൊക്കെ തൈര് ചേർക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയാണ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ തൈര് ചേർത്തെടുത്തു. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് പച്ച വെളിച്ചെണ്ണ. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി പച്ച വെളിച്ചെണ്ണ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതുപോലെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തോളൂ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കണം. ഒന്ന് കൈവച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൈവച്ച് ചെയ്താൽ മതി. ഒന്ന് ഞെരടി അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ അവിയലിൻ്റെ. അതൊക്കെയാണ് സദ്യയുടെ ഒരു പ്രത്യേകത പറയണത്. അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ വരണ ഒരു മണം ഉണ്ടല്ലോ. അപ്പം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ഇലയുടെയൊക്കെ ആ ഒരു മണം അതിലേക്ക് നന്നായി അങ്ങോട്ട് പിടിക്കും നമ്മൾ വിളമ്പാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട്. അതാ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഈ വിഷുവിന്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. നമസ്കാരം.